നിങ്ങൾ ഒരിക്കലും ഫൈനൽ പ്രൊജക്റ്റിനെ ഗ്രേഡോ അല്ലെങ്കിൽ മാർക്സോ മാത്രമായിട്ട് കാണരുത്. മറിച്ച് ഫൈനൽ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ് ലൈഫിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഫൈനൽ പ്രൊജക്ട്സ് നിങ്ങളുടെ കരിയറിനെ തന്നെ ഷേപ്പ് ചെയ്യാൻ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വളരെ ബിലോ ആവറേജ് മാർക്സ് മാത്രം വെച്ചിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ പ്രൊജക്റ്റ്, കാരണം മൾട്ടിനാഷണൽ കമ്പനീസിൽ ഇന്ന് ലക്ഷങ്ങൾ സാലറി ആകുന്ന ഒത്തിരി പേര് എനിക്കിന്നറിയാം. ഫൈനൽ പ്രൊജക്ട്സ് ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്സ് പോലും നമ്മളുടെ ഗ്രാജുവേഷൻ മാർക്സിന് മാത്രമല്ല നമ്മളുടെ കരിയറിനെ തന്നെ ബാധിക്കാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഫൈനൽ ചെയ്യുന്ന പ്രൊജക്ട്സ് ആണ് പല റിക്രൂട്ടേഴ്സും നിങ്ങളെ ഇന്റർവ്യൂവിന് സമയത്ത് ബെഞ്ച് മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ് ഫൈനൽ പ്രൊജക്ടിന്റെ പർപ്പസ് എന്നും, ഫൈനൽ പ്രൊജക്റ്റിലെ ടോപ്പിക് എങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഫൈനൽ പ്രൊജക്റ്റിൽ നോർമലി എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ഇതുവരെ കാണാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സാഹിത്യ ഈ ചാനൽ നമ്മുടെ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, പ്രോഗ്രാമിംഗ്, ഫൈനാൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് ഡിയർ ലേണിംഗ്. ഫൈനൽ പ്രൊജക്ടിന്റെ പർപ്പസ് നിങ്ങൾ ഇത്രയും വർഷം കൊണ്ട് തിയററ്റിക്കലായിട്ട് പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുക, നിങ്ങൾക്കൊരു വർക്ക് ലൈഫ് എൻവയോൺമെന്റിലുള്ള ക്യാപ്പബിലിറ്റി ബിൽഡ് ചെയ്യിപ്പിക്കുക, അങ്ങോട്ട് എക്സ്പോഷർ തരിക എന്നുള്ളതാണ്. ഫൈനൽ പ്രൊജക്ട് കൃത്യമായി ചെയ്യുന്നതിലൂടെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് റിസർച്ച് ക്യാപ്പബിലിറ്റി, നമ്മൾ പ്രൊജക്ടിന്റെ ടോപ്പിക് സെലക്ട് ചെയ്യുന്ന സമയത്ത് റിസർച്ച് ക്യാപ്പബിലിറ്റീസ്, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇന്നിപ്പം ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഐ.ടി.യോ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്കിൽസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ലൈഫ് സൈക്കിളിനെ കുറിച്ച് നോളജ് എല്ലാം പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫൈനൽ പ്രൊജക്ട് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിക് സെലക്ഷൻ ആണ് അല്ലേ. നിങ്ങൾ ഫൈനൽ ഇയർ പ്രൊജക്ടിന്റെ ടോപ്പിക് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്കിൽ എന്താണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പം IT മേഖല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ട്, വെബ് ആപ്പ് ഡെവലപ്മെന്റ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബേസ്ഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സ്കില്ലുള്ളത്, അല്ലെങ്കിൽ ഇതിൽ ഏതിലാണ് നിങ്ങൾക്ക് സ്കില്ല് നേടാൻ താല്പര്യമുള്ളത്, അങ്ങനെ ഒരു ടോപ്പിക്കിനെ ആദ്യമായിട്ട് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക. രണ്ടാമത്തെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഈ പ്രൊജക്ട് നിങ്ങളുടെ റെസ്യൂമിൽ ഷോക്കേസ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫൈനൽ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനും ദെൻ കമ്പനീസിൽ പോകുമ്പോൾ ഇന്റർവ്യൂവിനൊക്കെ ബെഞ്ച് മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫൈനൽ പ്രൊജക്ട് ടോപ്പിക് സെലക്ട് ചെയ്യുന്ന മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക് സെലക്ട് ചെയ്ത് നിങ്ങൾ റിവാല്യൂഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ടോപ്പിക്ക് എങ്ങനെ എൻ്റെ കരിയറിൽ ഒരു ബൂസ്റ്റ് നൽകും, അല്ലെങ്കിൽ എൻ്റെ ഹയർ സ്റ്റഡീസിൽ എങ്ങനെ ഒരു ബൂസ്റ്റ് ചെയ്യും, ഈ ഒരു ടോപ്പിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഇന്റർവ്യൂവിൽ കൺസിഡർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നത് ബെറ്റർ ആയിരിക്കും. പുതുതായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിന്നിപ്പം നിത്യത്തിൽ ഒരുപാട് പ്രോബ്ലംസ് കണ്ടെത്തുന്നതാണ്. നിങ്ങളിപ്പം യൂട്യൂബ് കാണുമ്പോഴോ അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യുമ്പോഴോ അത് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നുള്ള ഒരു ചിന്ത നിങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ചെന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഫീച്ചർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആവും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൽ പുതിയൊരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് അതിനൊരു സൊല്യൂഷനായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബെറ്റർ ആയിരിക്കും. നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്ട്സിന് ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ഫൈനൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഇപ്പം IT ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള ടെക്നോളജി, അതായത് ഇപ്പോൾ പൈത്തൺ ആണെങ്കിലോ റിയാക്റ്റിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിലോ മെഷീൻ ലേണിംഗിലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോ ഒക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുക. മോസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള ടെക്നോളജി ചെയ്താൽ മതി ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കിട്ടത്തുള്ളൂ, മറിച്ച് നിങ്ങൾക്ക് റെസ്യൂമിന് ഷോക്കേസ് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യണം. അഞ്ചാമത് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ തക്കത്തിലുള്ള ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെന്നില്ല. കാരണം നമുക്ക് പല പ്രൊജക്ട്സ് ചെയ്യുമ്പോഴും ഫൈനാൻഷ്യൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ മോണിറ്ററി എക്സ്പെൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഹാർഡ്വെയർ എന്തെങ്കിലും പുതുതായിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പുതുതായിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു സ്കിൽ എന്തെങ്കിലും പഠിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടോ, അങ്ങനെ ഒരു ബഡ്ജറ്റ് നിങ്ങൾ ആദ്യമേ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുമ്പോൾ പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം, അപ്പോൾ അതിനായിട്ട് നല്ലൊരു പുതിയ ലാപ്ടോപ്പ്, നമ്മൾ നോർമൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്പിലൊക്കെ മാത്രമേ പറയുന്നത്. അപ്പോൾ നല്ല ഹൈ കോൺഫിഗറേഷൻ ലാപ്ടോപ്പ് വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളൊരു ടോപ്പിക് എടുക്കാനായിട്ട്. നമുക്ക് ടോപ്പിക് സെലക്ട് ചെയ്തു, പക്ഷേ നമ്മളെങ്കിലും ഒരുപാട് മിസ്റ്റേക്സുകൾ നമുക്ക് പ്രൊജക്ട്സിനിടയ്ക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടീമിനെ സെലക്ട് ചെയ്യുന്നത് അത്ര ശ്രദ്ധിക്കാതെ നമ്മുടെ മോസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഒരു ഫൈനൽ പ്രൊജക്റ്റിന് ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള ഒരു ടീം മെമ്പർ ആണെങ്കിൽ കുറച്ച് ബെറ്റർ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ക്യാപ്പബിലിറ്റി ഉണ്ട്, നിങ്ങളുടെ ഓപ്പോസിറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ഇപ്പോൾ പ്രസന്റേഷൻ സ്കിൽസോ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ സ്പീഡിൽ ടൈപ്പ് ചെയ്യാനുള്ളതോ റിസർച്ച് ക്യാപ്പബിലിറ്റീസോ ഒക്കെ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്.
പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെന്ററിനെ കുറിച്ചാണ്. ചിലപ്പം ചില സമയത്ത് നമുക്ക് ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ് ആയിരിക്കും ചെയ്യേണ്ടി വരുന്നത്. എത്ര തരത്തിലുള്ള പ്രൊജക്ട്സിൽ ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ എക്സ്പെർട്ടീസ് നിങ്ങൾ എന്തായാലും നേടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ വെണ്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ പല സ്ഥലത്തും ഈ ഫൈനൽ പ്രൊജക്ട് സ്റ്റക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി എക്സ്പോഷർ ഉള്ള പ്രാക്ടിക്കലായിട്ട് നോളജ് ഉള്ള ഒരാളുടെ കണക്ട് ചെയ്ത് അവരുടെ അടുത്ത് ഈ പ്രൊജക്റ്റിന് എന്തൊക്കെ ഗൈഡൻസ് തരാൻ പറ്റും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അക്കാഡമിക് പ്രൊജക്ട്സിന്റെ ഡെഡ് ലൈനെ കുറിച്ച് ആദ്യമൊന്നും ചിന്തിക്കാതെ ഡെഡ് ലൈൻസ് എത്തുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രധാന കാരണം നമുക്ക് കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ഗൈഡ് പറയുന്നതിന് 1 വീക്ക് മുമ്പിൽ നിങ്ങൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വൈവയ്ക്ക് ഒരുപാട് പ്രിപ്പയർ ഉള്ള സമയം കിട്ടും, പ്രസന്റേഷൻ പ്രിപ്പയർ ഉള്ള സമയം കിട്ടും. കൂടാതെ നിങ്ങൾക്ക് വൈവയ്ക്ക് ഒരുപാട് കോൺഫിഡൻസും ഇത് ബൂസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് എപ്പോഴും ഒരു പ്ലാൻ ചെയ്ത് ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്ത് ഗൈഡ് പറയുന്നതിനേക്കാൾ മുൻപുള്ള സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത് വേണ്ടത് നമുക്ക് പ്രൊജക്ട്സിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ആണ്. നമുക്ക് പ്രൊജക്ട് ടോപ്പിക്കിനെ കുറിച്ചല്ലാതെ അതിൻ്റെ അകത്ത് ഇൻഡെപ്ത് ആയിട്ട് എന്ത് ഒരു IT പ്രൊജക്ട്സ് ആണെങ്കിൽ എന്ത് സോഫ്റ്റ്വെയർ വേണം, എന്തൊക്കെ ടൈപ്പ് ഡെവലപ്മെന്റിന് എത്ര മോഡ്യൂൾ വേണം, മോഡ്യൂളിൻ്റെ അകത്ത് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് വേണം, നമുക്ക് എന്തൊക്കെ സ്കിൽസ് വേണം എന്നുള്ള കാര്യങ്ങൾ, എത്ര ടൈം ഓരോ മോഡ്യൂളും ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫേസ് ഡോക്യുമെന്റേഷൻ ഫേസിൽ എത്ര സമയം പോകും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറില്ല. സോ ഇത് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് എല്ലാത്തിനെ കുറിച്ച് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ കൃത്യം ഒരു വീക്കിലി ഡെഡ് ലൈൻസ് വെക്കുക. ഇന്ന ടാസ്ക് നിങ്ങൾ കൃത്യമായ സമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഡെഡ് ലൈൻ വെക്കുക. അതിനെക്കുറിച്ച് വീക്കിലി റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഷെഡ്യൂൾ ചെയ്തതനുസരിച്ച് തന്നെയാണ് പ്രൊജക്ട് മുമ്പോട്ട് പോകുന്നത്. ആ വീക്കിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ ഭാവിയിലോട്ട് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അടുത്ത ആഴ്ച എന്തൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, എത്ര മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നാലായിരിക്കും അടുത്ത ആഴ്ചത്തെ ടാസ്ക്, ഈ ആഴ്ച പെൻഡിങ് ഉള്ള ടാസ്കൊക്കെ തീർക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വീക്കിലി ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അഞ്ചാമതായിട്ട് പലപ്പോഴും കണ്ടത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. നമ്മൾ പലപ്പോഴും ഗൈഡിൻ്റെ അടുത്ത് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ സ്റ്റേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്ട്സിൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈംലി നിങ്ങളുടെ ഗൈഡിന് അതിൻ്റെ അപ്ഡേറ്റ്സ് നൽകുക എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കാനും ആ ഒരു എറർ എളുപ്പത്തിൽ മാറ്റാനും നിങ്ങളുടെ ഗൈഡിന് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ടീം വൈസ് ഒക്കെയാണ് പ്രൊജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിന് നിങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഇൻഡിവിജ്വലി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്കെങ്കിലും എല്ലാവരും ചെയ്ത കാര്യങ്ങൾ ഒരു ടീം മീറ്റിംഗ് പോലെയൊക്കെ കൂടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മൾ പ്രൊജക്റ്റ് സമയത്ത് ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യുന്ന കാര്യമാണ് പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ, പ്രൊജക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനും. നിങ്ങൾ ചെയ്ത വർക്ക് കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങളെടുത്ത് ഹാർഡ് വർക്ക് എത്രയാണെന്ന് മനസ്സിലാക്കാനും പ്രൊജക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതിനെ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ഇന്റർവ്യൂവിന് പോലും പ്രൊജക്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ആ സമയത്ത് നിങ്ങളുടെ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് റീകളക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ മുമ്പൊക്കെ ഈ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പ്രൊജക്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യുന്നതിൽ ടെക്നിക്കൽ റൈറ്റിംഗ് സ്കിൽസും കോണ്ടന്റ് മാനേജ്മെന്റ് സ്കിൽസും പ്രസന്റേഷൻ സ്കിൽസ് എല്ലാം നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക് ഡെവലപ്പ് ആവുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കണക്ട് വിത്ത് us at 91462123. താങ്ക് യു.